ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്ലം കേക്ക് ആണ്. ഓവനും ബീറ്ററും പ്രഷർ കുക്കറും ഒന്നുമില്ലാതെ എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഒരു പ്ലം കേക്ക് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് മൈദ, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്. ഇത് സ്പൈസസ് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ജാതിക്കയുടെ ഒരു ചെറിയ കഷ്ണം, ചെറിയൊരു കറുവാപ്പട്ട, 2 ഗ്രാമ്പൂ, 3 ഏലയ്ക്ക, ഇത്രയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വാനില എസൻസ്, 2 കോഴിമുട്ട വേണം. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി നട്ട്സും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മൈദ തൂവിയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈന്തപ്പഴവും കട്ട് ചെയ്ത് മൈദ തൂവി വെച്ചിട്ടുണ്ട്. കറുത്ത ഉണക്കമുന്തിരി ഞാനിവിടെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വൈൻ ഉണ്ടെങ്കിൽ വൈൻ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് ആയാലും മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഉണക്കമുന്തിരി ഉപയോഗിക്കാം, ബദാം ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചിന്റെ തൊലി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഓറഞ്ചിന്റെ എടുക്കുന്നില്ല, കാരണം ഞാനിവിടെ ഓറഞ്ച് ജ്യൂസിലാണ് ഉണക്കമുന്തിരി സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ കുറച്ച് ജ്യൂസ് കേക്കിലോട്ട് ഉപയോഗിക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടി വേറെ എടുത്തു വെക്കണം. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രമേ കേക്ക് മിക്സിങ് തുടങ്ങാവൂ. പഞ്ചസാര ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. പഞ്ചസാര മെൽറ്റ് ആയി തുടങ്ങുമ്പം ലോ ഫ്ലെയിമിലോട്ട് മാറ്റേണ്ടതാണ്, അല്ലെ പെട്ടെന്ന് പഞ്ചസാര അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പൊ നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് ബ്രൗൺ കളറും വരുന്നുണ്ട്. അപ്പോൾ ഇനി മുഴുവനായിട്ട് പഞ്ചസാര ഇങ്ങനെ ഒന്ന് ആയി വരണം. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒരുപാട് പഞ്ചസാര ഇട്ട് കരിച്ചു കളയരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്കിന് ഒരു കയ്പുരസം വരും. ഇപ്പൊ പഞ്ചസാര നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. വളരെ സൂക്ഷിച്ചു വേണം ചൂടുവെള്ളം ഒഴിക്കാനായിട്ട്. ഇത് പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒഴിക്കാവുന്നതാണ്. ഇപ്പൊ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറി വരണം. ആറി വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് മിക്സിലോട്ട് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ആറാനായിട്ട് വെക്കാം. ഇനി കേക്കിന്റെ മിക്സിങ് തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ പൊടികളൊക്കെ ഒന്ന് ഇടഞ്ഞെടുക്കണം. ഒരു അരിപ്പയിലേക്ക് മൈദയും പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് ഇടഞ്ഞെടുക്കണം. 2-3 പ്രാവശ്യം ഇതുപോലെ ഇടഞ്ഞെടുക്കാമെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പൊ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഇത് മിക്സ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. മിക്സിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഇത് മാറ്റണം. ഇനി ഞാൻ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയും വാനില എസൻസും കൂടെ മിക്സിയിൽ അടിച്ചെടുത്ത സമയത്ത് നിങ്ങൾക്ക് ഈ പൊടിച്ച പഞ്ചസാരയും കൂടെ ആ കൂട്ടത്തിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ പല തവണയായിട്ട് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്തൊരു ബീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ബീറ്റർ ഉപയോഗിക്കേണ്ട. എനിക്ക് കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് സ്പൂൺ കൊണ്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ആദ്യം സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത്. ഇത് നമ്മളൊരു അരിപ്പയിൽ അരിച്ചെടുത്ത് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നട്ട്സ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈന്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മൈദയിൽ തൂവി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെന്ന് പറയുന്നതിന് കാര്യം, അല്ലെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിന്റെ അടിയിലേക്ക് താണു പോകും.
നമ്മൾ മുറിക്കുന്ന സമയത്ത് എല്ലാം താഴെ ഭാഗത്തെ കാണത്തുള്ളൂ. കേക്കിന്റെ കഷ്ണങ്ങളിലൊന്നും നമ്മൾ മുറിച്ചെടുക്കുമ്പം ഈ ഫ്രൂട്ട്സ് ഒന്നും കാണത്തില്ല. ഇങ്ങനെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ തൂവി ഇടണമെന്ന് പറയുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തൊലി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓറഞ്ചിന്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇട്ട് കൊടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബദാമോ പിസ്തായോ സാധാ നമ്മൾ ഉപയോഗിക്കുന്ന ഉണക്കമുന്തിരി ഇല്ലേ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവനും കൂടെ ഒരുമിച്ച് ചേർക്കണ്ട. ഇതൊരു ഏകദേശം ഒരു 1/4 കപ്പിനടുക്കൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മൊത്തം കൂടെ ഒരുമിച്ച് ചേർക്കേണ്ട, നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കാരമലൈസ് ചെയ്ത് ചേർക്കുന്ന പഞ്ചസാരയാണ് നമ്മുടെ കേക്കിന്റെ കളർ തീരുമാനിക്കുന്നത്. പക്ഷെ ഇത് കരിച്ചു കളയരുത്. കരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ഒരു കയപ്പായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസ് ഞാൻ അരിച്ചെടുത്ത് വെച്ചിരുന്നു. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂണ് ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ബാറ്റർ ലേശം ലൂസായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച പഞ്ചസാര ഞാൻ മൊത്തം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇട്ടേക്കുന്ന 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതലാണ് എന്ന് തോന്നും. പക്ഷേ ഒരിക്കലും അല്ല, എത്ര വേണേലും ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് പോലും എനിക്ക് തോന്നി കുറച്ചുകൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ആകാമായിരുന്നെന്ന് തോന്നി. അതുകൊണ്ട് പ്ലം കേക്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എത്ര വേണമെങ്കിലും ചേരും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടാം. ഈ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിന് ഞാൻ ഇവിടെ ബട്ടർ പേപ്പർ ആ പാത്രത്തിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതിലോട്ട് ബാറ്റർ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒരുപക്ഷെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതൊരു പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പാത്രത്തിന്റെ താഴ്ഭാഗം മൂടുന്ന പോലെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഹീറ്റ് ചെയ്യണം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഈ പ്ലേറ്റിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കേക്കിന്റെ പാത്രവും കൂടെ നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാവുന്നതാണ്. കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പക്ഷേ നടുഭാഗമൊക്കെ ഒന്ന് ആകാൻ വേണ്ടിയുണ്ട്. നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ കുക്കറിന്റെ അടിഭാഗത്ത് നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് ഈ മിക്സ് നിറച്ച ഭാഗം ഇറക്കി വെച്ചിട്ട് കുക്കർ അടയ്ക്കാവുന്നതാണ്. വിസിലിടണ്ട. ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കിൽ ഒന്നും പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ആയി എന്നാണ് അർത്ഥം. ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് എടുത്ത് മാറ്റാം. ഇപ്പം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതായി വരാനായിട്ട് ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. കുക്കറിലാണെങ്കിൽ കുറച്ചുകൂടെ വേഗമായി കിട്ടും. ഇപ്പം ഇത് തൊട്ട് നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുക്കറിലാണെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗം കുറച്ചുകൂടെ ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ് കേട്ടോ. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യാവേ. ഇപ്പം നമുക്ക് ട്രേ ഒന്നും അവൈലബിൾ അല്ല ഇവിടെ, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എപ്പോഴെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആ കടയിൽ നിന്ന് കിട്ടുന്ന അതേ കളർ തന്നെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പം നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ പറ്റും. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം. പുറത്താണെങ്കിലും നമുക്ക് 1-2 ആഴ്ച സുഖമായിട്ട് വെക്കാൻ പറ്റും. കുഴപ്പമൊന്നും വരത്തില്ല. ഇത് ഫ്രിഡ്ജിലോ പുറത്തോ 3-4 ദിവസം വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. ആ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ആണെങ്കിലും നമ്മളിട്ട മുന്തിരിങ്ങയൊക്കെ ആണെങ്കിലും കറക്റ്റ് ആയിട്ട് എല്ലാം അവിടെ തന്നെ ആ പീസുകളിലെല്ലാം വന്നിട്ടുണ്ട്. ഒന്നും താഴേക്ക് താണു പോയിട്ടില്ല. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.